ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരൊറ്റ സൈനിങ് പോലും നടത്തിയിട്ടില്ല. അതേസമയം ഒരുപാട് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിടുകയും ചെയ്തു. കൃത്യമായി പറഞ്ഞാൽ ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ ഇതിനോടകം തന്നെ 8 താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ട്. കൂടാതെ പല താരങ്ങളുടെ കോൺട്രാക്റ്റുകൾ ഇപ്പോൾ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിട്ടില്ല. ഏതായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിനകത്ത് എത്ര താരങ്ങളുണ്ട്, അതിൻ്റെ സമ്പൂർണ്ണ ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണ്. വിദേശ താരമായിക്കൊണ്ട് അഡ്രിയാൻ ലൂണ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ ഉള്ളത്. അതായത് ബാക്കിയുള്ള എല്ലാ വിദേശ താരങ്ങളുടെയും കോൺട്രാക്റ്റ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ലൂണ ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അതായത് ഇന്തോനേഷ്യൻ ക്ലബ്ബ് അദ്ദേഹത്തെ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലൂണ കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതകൾ വരേണ്ടതുണ്ട്. പക്ഷേ ലൂണ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ താരമാണ്. പറയാൻ കാരണം 2027 വരെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് അർഷ് അൻവർ ഷെയ്ഖുണ്ട്. കൂടാതെ അൽസാബിത്ത് ഉണ്ട്. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമംഗമാണ് അൽസാബിത്ത്. അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട്. മറ്റൊരു താരം ജഗന്നാഥ് ജയനാണ്. കഴിഞ്ഞ തവണ ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിൽ നിന്നും സീനിയർ ടീമിലേക്ക് കൊണ്ടുവന്ന താരമാണ് ജഗന്നാഥ് ജയൻ. അദ്ദേഹത്തിന് ക്ലബ്ബുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട്. ബികാഷ് യുമ്നം, ഹോർമി, സുമീത് ശർമ്മ, നവോച്ച സിംഗ്, സന്ദീപ് സിംഗ് എന്നിവർക്കൊക്കെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രെഡിക്കും ബ്ലാസ്റ്റേഴ്സുമായി കരാർ അവശേഷിക്കുന്നുണ്ട്. എബിൻ ദാസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് ഈ സമ്മറോട് കൂടി പൂർത്തിയാവുകയാണ്. പക്ഷെ അത് പുതുക്കി എന്നുള്ള കാര്യം മാർക്കസ് മെർഗുലാവോ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എബിൻ ദാസിനെ നമുക്ക് ഈ സ്ക്വാഡിനകത്ത് ഉൾപ്പെടുത്താം. കൂടാതെ വിപിൻ മോഹനൻ, അമാവിയ, കോറു സിംഗ്, ശ്രീകുട്ടൻ എന്നിവർക്ക് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട്. അഡ്രിയാൻ ലൂണക്കും കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട്. മറ്റൊരു താരം അമേർ അണവേഡയാണ്. ബ്ലാസ്റ്റേഴ്സിൽ വലിയ ഒരു കോൺട്രാക്റ്റ് ലഭിച്ച വ്യക്തിയാണ് അമേർ അണവാഡ്. അദ്ദേഹത്തെ ഇപ്പോൾ മോഹൻ ബഗാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം അദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമാണ് എന്നുള്ളതാണ്. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്തുകയാണ്. ചുരുക്കത്തിൽ 16 താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ ഇപ്പോൾ ഉള്ളത്. അതിൽ തന്നെ റിസർവ് ടീമംഗങ്ങളായ അൽസാബിത്ത്, ജഗന്നാഥ് ജയൻ എന്നിവരെ മാറ്റി നിർത്തിയാൽ ഇപ്പോൾ 14 താരങ്ങൾ മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ ഉണ്ടാവുക. ഏതായാലും സ്ക്വാഡ് പൂർത്തിയാക്കണമെങ്കിൽ ഇനിയും ഒരുപാട് സൈനിങ്ങുകൾ ബ്ലാസ്റ്റേഴ്സ് നടത്തേണ്ടതുണ്ട്. കൂടാതെ പല താരങ്ങളുടെയും കോൺട്രാക്റ്റുകൾ ബ്ലാസ്റ്റേഴ്സ് പുതുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.